പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ചില കടുങ്കൈ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് വേദയും വിക്രമിനെയും അനിയൻകുട്ടനെയൊക്കെ ആ ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി അങ്ങ് കെട്ടിയിട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വേദയുടെ പേരിലെ സ്വത്തുക്കളെല്ലാം തന്നെ സ്വന്തം പേരിലാക്കണം എന്നായിരുന്നു ശ്രീകാന്തിൻ്റെ ആഗ്രഹം. അവനൊരു പേപ്പർ വേദിയുടെ മുന്നിലേക്ക് കാട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. എടി, മര്യാദയ്ക്ക് ഇതിൽ നീ ഒപ്പിട്ട് തന്നാൽ നിന്നെയും വിക്രമിനെയും ഞാൻ വെറുതെ വിട്ടേക്കാം, അല്ലെങ്കിൽ നീ വിവരമറിയും. നിന്റെ ഈ അനിയൻകുട്ടിനെ ഇവിടെ ഇട്ട് തന്നെ ഞാൻ അങ്ങ് തീർക്കുമെന്നൊക്കെ പറയും. പക്ഷേ അത്ര പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കാനൊന്നും വേദ തയ്യാറല്ലായിരുന്നു. അവളുടെ മുത്തച്ഛൻ ഏറെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അവൾക്ക് ഇഷ്ടദാനമായി നൽകിയ സ്വത്തുക്കളാണ് അതൊക്കെ. അതങ്ങനെ ഇങ്ങനൊരു ചതിയൻ്റെ കയ്യിലെത്തുന്നത് അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. സത്യത്തിൽ വേദയ്ക്ക് സ്വത്തിനോടൊന്നും അത്ര വലിയ ആക്രാന്തവും താല്പര്യവും ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ തൻ്റെ സഹോദരന് തന്നെയായ ശ്രീകാന്ത് ഇത്രയും വലിയ ക്രൂരതയും ചതിയൊക്കെ കാണിക്കുമ്പോൾ അവന് വെറുതെ വിടാനൊന്നും അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഞാൻ ഇതിൽ ഒപ്പിട്ട് തരില്ല എന്ന് തന്നെ അവൾ അങ്ങ് തറപ്പിച്ചു പറഞ്ഞു. വേദ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ ചന്ദ്രശേഖരനും ശ്രീകാന്തിനും അങ്ങ് കലിപ്പ് കയറി. അവളെ അവിടെ എങ്ങനെ കെട്ടിയിട്ടിരിക്കല്ലേ, അതുകൊണ്ട് തന്നെ എതിർക്കാനോ ഓടിപ്പോവാനോ അവിടെ നിന്നും പറ്റില്ല. ആ തക്കം നോക്കി വിക്രമിനെ അവർ ക്രൂരമായി തന്നെ തല്ലി ചതക്കാൻ തുടങ്ങി. വേദ കരഞ്ഞുകൊണ്ട് വേണ്ട, വിക്രമിനെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് കരയുന്നുണ്ടെങ്കിലും അവന്മാർ അതൊന്നും തന്നെ കേട്ട ഭാവം പോലും നടിക്കുന്നില്ല. അന്നേരം ചന്ദ്രശേഖരൻ ശ്രീകാന്തിനോട് പറഞ്ഞു, എടാ മോനെ, ഈ വിക്രമിനെ തല്ലിയ അവൾക്ക് അത്ര വേദനയൊന്നും വരില്ല. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ അതെയോ അച്ഛാ, എങ്കിൽ പിന്നെ ഇവൾ ശരിക്കും അത് വേദനിക്കുന്നത് ഇപ്പോഴാണെന്ന് ഞാൻ കാണിച്ചു തരാം. അവൻ നേരെ അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. പാവം അനിയൻകുട്ടൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. അവനെ തലങ്ങും വിലങ്ങും നിർത്താതെ ഇട്ടങ്ങ് അടിക്കാണ്. അനിയൻകുട്ടൻ വേദന കൊണ്ട് പൊളിയായിരിക്കും. ശ്രീകാന്ത് പരിഹാസത്തോടെ പറഞ്ഞു, നീ എത്ര അലറി വിളിച്ചാലും ഇവനെ ആരും ഇവിടെ കേൾക്കാനൊന്നും പോകുന്നില്ലടാ. ഈ മലമുകളിലേക്ക് ഇനി ആരും വരാനും പോകുന്നില്ല. ഇതെല്ലാം കണ്ട് വിക്രം ആകെ തകർന്നു പോയി. അവനൊന്നും ചെയ്യരുത്, വേണമെങ്കിൽ എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്നൊക്കെ വിക്രം കെഞ്ചിക്കൊണ്ട് അലറമുറ ഇട്ടുകൊണ്ട് പറഞ്ഞു. വേദ പറയുന്നുണ്ട് അനിയൻകുട്ടിനെ വെറുതെ വിടാനേ. പക്ഷേ ശ്രീകാന്ത് വിട്ടില്ല. നിനക്കെന്നെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഈ പേപ്പറിലേക്ക് അങ്ങ് ഒപ്പിട്. അനിയൻകുട്ടൻ ആ വേദനയിലും പറഞ്ഞു. വേദ ചേച്ചി വേണ്ട, ഒപ്പിട്ട് കൊടുക്കണ്ട. ചേച്ചി ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയണം അനിയൻകുട്ടൻ. ഈ ചതിക്ക് ചേച്ചി ഒരിക്കലും വഴങ്ങരുത്. വീണ്ടും അവൻ അവരെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ വേദക്ക് കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാതെയായി. ഒടുവിൽ ഗതികെട്ടുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ശരി, എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം, ഞാൻ ഒപ്പിട്ട് തരാം, അവനെ വെറുതെ വിട്. അത് കേട്ടപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും ജയിച്ച ഭാവത്തിൽ അവിടെ തന്നെ വന്നു നിന്നു. പക്ഷേ അവരുടെ ഉള്ളിലിരിപ്പ് വേറെയായിരുന്നു. സ്വത്തുക്കളെല്ലാം തന്നെ കിട്ടിക്കഴിഞ്ഞ വിക്രമിനെയും കൂട്ടരെയും തന്നെ താനങ്ങ് തീർത്ത് കളയാനായിരുന്നു അവരുടെ പ്ലാന്. വേദ ഒപ്പിടാനിങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ദൂരെ നിന്നും ഒരു ജീപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആ ജീപ്പിൽ വന്നിറങ്ങുന്നത് സേതുവാണ്. ഗീവർഗീസ് പറഞ്ഞതുകൊണ്ടാണ് സേതു അങ്ങോട്ടേക്ക് എത്തിയത്. സേതുവിനെ കണ്ടപ്പോൾ ശ്രീകാന്ത് ശരിക്കും അങ്ങ് പേടിച്ചു പോയി. വന്ന ഉടനെ തന്നെ സേതു ശ്രീകാന്തിനെ ഒരൊറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. അവൻ ദൂരേക്കങ്ങ് തെറിച്ചുപോയി. പിന്നെ അവിടെ സേതുവിൻ്റെ സംഹാര താണ്ഡവം തന്നെയായിരുന്നു. കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ചൊതുക്കിയതിന് ശേഷം അവൻ നേരെ ചെന്ന് വിക്രമിനെ കെട്ടഴിച്ചു വിട്ടു. വിക്രം സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ വേദയും അനിയൻകുട്ടനെയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മോചിപ്പിച്ചു. പിന്നീട് വിക്രമും സേതുവും കൂടി ചേർന്ന് അവന്മാരെ അങ്ങോട്ടേക്ക് നിർത്താതെ ഇട്ടങ്ങ് പെരുമാറാണ്. ചന്ദ്രശേഖരനും ശ്രീകാന്തിട്ടും നല്ല തല്ലെന്നെ കിട്ടി. അവർക്ക് എഴുന്നേറ്റ് പോലും നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അത്രമാത്രം വിക്രമും സേതുവും ചേർന്നിട്ട് അവരെ അങ്ങ് തല്ലി ചതക്കുന്നുണ്ട്. അടിപിടിക്കിടയിൽ തന്നെ ഒരു ഗുണ്ട വിക്രമിനെ കടന്നു പിടിച്ചു. പിടിവലിക്കിടയിൽ വിക്രം കാല് തെറ്റി ഒരു വലിയ കൊക്കൈനരികിലേക്ക് അങ്ങ് വീഴാൻ പോയി. ഒരു കൈകൊണ്ട് മാത്രം വിക്രം അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. താഴെയാണെങ്കിൽ വലിയൊരു ഗർത്തമാണ്. ഇത് കണ്ട് പേടിച്ച അനിയൻകുട്ടൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. വിക്രം പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അടുത്ത് ചെല്ലാൻ നോക്കി. വിക്രം വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞിട്ടും അവൻ അതൊന്നും തന്നെ കേട്ടില്ല. ഈ സമയം നിലത്ത് കിടന്ന് തോക്ക് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ അങ്ങ് കിട്ടുകയാണ്. അയാൾ ഒട്ടും തന്നെ ആലോചിക്കാതെ ആ ഒരു തോക്കെടുത്തിട്ട് നേരെ അനിയൻകുട്ടൻ്റെ നേരേക്കങ്ങ് നിറയൊഴിച്ചു. അമ്മേ എന്നൊരു നിലവിളിയോട് കൂടത്തെ അനിയൻകുട്ടൻ അവിടെ അങ്ങ് വീണു. ചന്ദ്രശേഖരൻ്റെ തോക്കിൽ ഉണ്ട് അനിയൻകുട്ടൻ്റെ നെഞ്ചത്തേക്ക് അങ്ങ് പതിക്കുന്നതോടുകൂടി തന്നെ അനിയൻകുട്ടൻ അങ്ങ് വീണതും കണ്ട് വേദിയുടെ ബോധമങ്ങ് പോയി. വിക്രം എങ്ങനെയൊക്കെയോ അവിടെ നിന്നും വലിഞ്ഞു കയറി ഓടി വന്ന് അനിയൻകുട്ടനെ വാരിയെടുത്തു. അവനത് സഹിക്കാൻ പറ്റുന്നില്ല. സേതു, ഇവനെങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കണമെന്ന് വിക്രം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സേതു ആ ഗുണ്ടകളെയൊക്കെ ഒതുക്കിയതിനു ശേഷം അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് അവിടെ നിന്നങ്ങ് കൊണ്ടുപോവാണ്. വിക്രമിനപ്പോൾ ആകെ സമനില തെറ്റിയൊരവസ്ഥയായിരുന്നു. ചന്ദ്രശേഖരൻ തോക്കുമായി വീണ്ടും വന്നപ്പോൾ വിക്രം ഒരൊറ്റ തൊഴിക്ക് അയാളുടെ തോക്കങ്ങ് തട്ടിത്തെറിപ്പിച്ചു. എന്നിട്ട് അതേ തോക്ക് അയാളുടെ നേർക്കങ്ങ് നെക്ക് നേരെ അങ്ങ് ചൂണ്ടി. എൻ്റെ അനിയൻകുട്ടനെ കൊല്ലാൻ നോക്കിയല്ലോടാ, എടാ നീ എത്ര ക്രൂരനാടാ എന്നൊക്കെ പറയും.
അനിയൻകുട്ടനാണ് കൊലപാതകത്തിന് ഏക ദൃക്സാക്ഷി എന്നതുകൊണ്ട് തന്നെ അയാളെ തട്ടിക്കളയാൻ നോക്കിയതാണ് അയാൾ. പക്ഷേ കാര്യങ്ങളിപ്പോൾ അവർക്ക് തന്നെ എതിരായിരിക്കുകയാണ്. ഒരു കൊലപാതക ശ്രമം കൂടി അവരുടെ പേരിൽ വന്നതോടുകൂടി തന്നെ ശിക്ഷയുടെ കാഠിന്യം കൂടും. വിക്രം തോക്ക് ചന്ദ്രശേഖരൻ്റെ നെറ്റിയിൽ അമർത്തിപ്പിടിക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പേടി കൊണ്ടായിരുന്നില്ല, ഉള്ളിൽ കത്തിയേറുന്ന പക കൊണ്ടായിരുന്നു. നീ തീർന്നു പോകും, നിന്നെ കൊന്നാലും എൻ്റെ അനിയൻകുട്ടൻ്റെ വേദന മാറില്ലടാ, വിക്രം അലമുറയിട്ടുകൊണ്ട് പറഞ്ഞു. തോക്കിൻ്റെ കാഞ്ചി വലിക്കാൻ പോകുന്ന ആ ഒരു നിമിഷം ദൂരെ നിന്ന് സേതുവിൻ്റെ നിലവിളി കേട്ടു. വിക്രം, വേണ്ട, അരുത്. ചന്ദ്രശേഖരൻ ചത്ത നിന്റെ കൈകളിൽ ചോര പുളരും. അത് നമ്മുടെ അനിയൻകുട്ടനെ ആഗ്രഹിക്കുന്നില്ല. വിക്രം ഒരു നിമിഷം തകർന്നു പോയി. ചന്ദ്രശേഖരനെ മണ്ണിലേക്ക് ചവിട്ടി വീഴ്ത്തിക്കൊണ്ട് തന്നെ അവൻ ആ ഒരു തോക്കങ്ങ് താഴേക്കിട്ടു. അപ്പോഴേക്ക് പോലീസ് ജീപ്പുകൾ മുകളിലേക്ക് കുതിച്ചെത്തിയിരുന്നു. ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും ബാക്കിയുണ്ടായിരുന്ന ഗുണ്ടകളെല്ലാം തന്നെ പോലീസ് വലയിലാക്കി. ചന്ദ്രശേഖരൻ പുച്ഛത്തോടുകൂടെ ഒന്ന് ചിരിക്കാൻ നോക്കിയെങ്കിലും വിക്രമിൻ്റെ കണ്ണുകളിലെ ആ ഒരു വീര്യം അവനെ ശരിക്കും അങ്ങ് തളർത്തി കളഞ്ഞു. ആശുപത്രിയിലെ ഇടനാഴിയിൽ വേദ തളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്തെ ചുവന്ന ബൾബ് അണഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു. ഡോക്ടർ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭാഗ്യമുണ്ട്, വെടിയുണ്ട ഹൃദയത്തിൽ തട്ടിയിട്ടില്ല, അപകടം ഒഴിവായിട്ടുണ്ട്, പക്ഷേ കുറച്ച് ദിവസം വിശ്രമം വേണം. ആ വാക്ക് കേട്ടപ്പോൾ വേദയുടെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിൻ്റെ കണ്ണുനീരൊഴുകി. അവൾ വിക്രമിൻ്റെ കൈ മുറുകെ പിടിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തറവാട്ടിൻ്റെ ഉമ്മറത്ത് അനിയൻകുട്ടൻ കസേരയിലിരിക്കുമ്പോൾ വേദയും വിക്രമും അവൻ്റെ അരികിലുണ്ടായിരുന്നു. വേദയുടെ മുത്തശ്ശൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സ്വത്തുവകകൾ ഇനി ചതിയുടെ കൈകളിലേക്കല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ കാവലിലാണ്. വിക്രം വേദയെ നോക്കി പതുക്കെ പറഞ്ഞു, ഇനി ആരും നമ്മുടെ ഇടയിലേക്ക് വരില്ല വേദ, ഈ വേദനകളൊക്കെ മാറും. അനിയൻകുട്ടൻ കുസൃതിയോടെ വിക്രമിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു, എടാ വിക്രം, എനിക്കിനി പെട്ടെന്ന് തന്നെ നടക്കാൻ പറ്റും, അല്ലെങ്കിൽ വേദേജി ഇനി തനിച്ചാക്കി കൊണ്ടുപോവല്ലേ. അനിയൻകുട്ടൻ രക്ഷപ്പെട്ടതോടുകൂടി തന്നെ വിക്രം നിരപരാധിയാണെന്ന സത്യമെല്ലാം തന്നെ കോടതിയിൽ ബോധ്യപ്പെടും. പുളിക്കനെ കൊന്നത് ശ്രീകാന്താണെന്നും അതിന് കൂട്ടുനിന്നത് ചന്ദ്രശേഖരനാണ് എന്ന സത്യമെല്ലാം തന്നെ അനിയൻകുട്ടൻ കോടതിക്ക് മുന്നിൽ അങ്ങ് വിളിച്ചു പറയാണ്. അതോടുകൂടി തന്നെ ശങ്കരനാരായണൻ ഈ സത്യമെല്ലാം തിരിച്ചറിയും. തൻ്റെ മകൻ ഒരു നീചനാണെന്നും സ്വന്തം മകളെ സ്വത്തിനു വേണ്ടിയിട്ട് കൊല്ലാൻ പോലും മടിയില്ലാത്തവനാണ് എന്നും ഇത്രമാത്രം ക്രൂരത വിക്രമിനോടും വേദയോടും കാണിച്ചു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ശങ്കരനാരായണൻ തിരിച്ചറിയുന്നുണ്ട്. അതോടുകൂടി തന്നെ ശ്രീകാന്തിനുള്ള എല്ലാവിധ അവകാശങ്ങളും അയാളങ്ങ് നിരസിക്കുകയാണ്. സ്വത്തിൻ്റെ ഒരു തരി പോലും ശ്രീകാന്തിനും കുടുംബത്തിനും കൊടുക്കില്ല എന്ന് തന്നെ ശങ്കരനാരായണൻ തീരുമാനിച്ചു. തൻ്റെ സകല സ്വത്തുക്കളും വേദക്കും ദീപ്തിക്കും മാത്രമായിരിക്കും. അങ്ങനെ മുത്തശ്ശൻ കൊടുത്ത ഇഷ്ടദാനമെല്ലാം തന്നെ വേദക്കും ദീപ്തിക്കും മാത്രമായിട്ടങ്ങ് കൈമാറുകയാണ് ശങ്കരനാരായണൻ. ശ്രീകാന്തും ചന്ദ്രശേഖരനും ദർശൻ്റെ സഹായത്തോടു നേരെ അഴക്കുള്ളിലാവാണ്. അങ്ങനെ ആ ഒരു വലിയ പ്രതിസന്ധിക്ക് ശേഷം ആ തറവാട്ടിൽ വീണ്ടും ഒരു ചിരി പടർന്നു. തിന്മ തോൽക്കുകയും സ്നേഹം ജയിക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ പുലരിയിലേക്ക് അവർ നോക്കി നിന്നു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.